السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബു സിയാമിലെ അവസാന ഭാഗമാണ് ഇനി നമുക്ക് വായിച്ചു പൂർത്തിയാക്കാനുള്ളത്. ആ അധ്യായത്തിലെ അധ്യായമായ ബാബുൻ അൽ ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട അധ്യായമാണ് നമ്മൾ വായിച്ചു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി പറഞ്ഞു അൽ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ഇഅ്തികാഫ് എന്ന മഹത്തായ ഇബാദത്തിൽ ഏർപ്പെട്ട ഒരാൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്ഥിരമായി എല്ലാ റമളാനിലും ഇഅ്തികാഫ് ഇരുന്നിരുന്നു. അഥവാ അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കാറുണ്ടായിരുന്നു. ആ ബാബിലെ ആദ്യത്തെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്ത് വരെ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നും ശേഷം അഥവാ അവിടുത്തെ വഫാത്തിന് ശേഷം പിന്നീട് അവിടുത്തെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് സ്ഥിരമായി ചെയ്തിരുന്ന ഒരു ഇബാദത്താണ് എന്ന് വേറെ ഒരു റിവായത്ത് കൂടി നമ്മൾ വായിച്ചിരുന്നു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 സൂര്യൻ അസ്തമിക്കുമ്പോൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് 21 പ്രഭാതത്തിൽ ഫജ്ർ നിസ്കാരത്തിന് ശേഷം അവിടുത്തേക്ക് പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ഇഅ്തികാഫിന് വേണ്ടി പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള ആ ഒരു ടെൻറ്റിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ ആ ബാബിൽ വായിച്ച ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് ഇഅ്തികാഫിലായിരിക്കെ, അവർ ആർത്തവകാരിയായിരിക്കെ മസ്ജിദിൽ നിന്ന് അവിടുത്തെ ശിരസ് പുറത്തേക്കിട്ട് കൊടുക്കുകയും എന്നിട്ട് അവിടുത്തെ മുടി ചീകി കൊടുക്കാറുണ്ടായിരുന്നു എന്ന ഹദീസാണ്. അഥവാ അതിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഗുണപാഠമെന്നത്, ഇഅ്തികാഫിനിരിക്കുന്ന ഒരാൾ പൊതു നിയമമെന്നത് അത്യാവശ്യത്തിന് മാത്രമേ പുറത്തേക്കിറങ്ങാൻ പാടുള്ളൂ എന്നതാണ്. എന്നാൽ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് പുറത്തേക്കിറങ്ങിയാൽ വേഗത്തിൽ തിരിച്ചു വരണമെന്നുള്ളതാണ്. അതോടൊപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പുറത്തേക്കിട്ട് കൊടുത്തു. എന്നിട്ട് മുടി ചീകാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ആവശ്യപ്പെടുകയും അവർ അങ്ങനെ ചെയ്യുകയും ചെയ്തു എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതൊരാൾക്ക് അനുവദനീയമാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്കിറങ്ങൽ അനുവദനീയമാണ്. അത്യാവശ്യ കാര്യങ്ങൾ എന്നത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദർസിൽ. ഒരാളുടെ പ്രാഥമിക ആവശ്യ പൂർത്തീകരണം അഥവാ മലമൂത്ര വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകണം, അതുപോലെ കുളിക്കുന്നതിന് പുറത്തേക്ക് പോകണം, അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാം. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഹദീസ് നമ്മൾ വായിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹ ഇഅ്തികാഫിലായിരിക്കെ വീട്ടിലേക്ക് പോയാൽ, അത്യാവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് ചെന്നാൽ അവിടെ ആരെങ്കിലും രോഗിയായി കിടക്കുകയാണെങ്കിൽ അവരോട് നടന്നുകൊണ്ട് വിവരങ്ങൾ ചോദിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കുക,
കുശലാന്വേഷണം നടത്തുക എന്നത് പാടില്ലാത്തതാണ്. അഥവാ ഒരാൾ ഇഅ്തികാഫിന് ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗിയെ സന്ദർശിക്കലോ ജനാസയെ അനുഗമിക്കലോ പോലെയുള്ള കാര്യങ്ങളൊന്നും അനുയോജ്യമല്ല, പാടില്ല. മറിച്ച് അയാൾ പരിപൂർണമായി മസ്ജിദിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടലാണ് അതിൻ്റെ ആത്മാവ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിരുന്നു. ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ കേവലം പള്ളിയിൽ വന്നിരുന്ന് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒറ്റക്കാവുക എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ പടപ്പുകളിൽ നിന്നും മാറി സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ദിക്റുകളിലും ശുക്റുകളിലും അവനുള്ള ഇബാദത്തുകളിലുമായി അങ്ങനെ സമയം കഴിച്ചുകൂട്ടുക എന്നുള്ളതാണ്. അതോടൊപ്പം പരിശുദ്ധ റമളാനിൽ പ്രത്യേകം ഈ ഇഅ്തികാഫിൻ്റെ ഈ പറഞ്ഞ വിഷയങ്ങൾ വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് പ്രതീക്ഷിച്ചിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫ് ഇരിക്കാനുള്ള കാരണം അവിടുന്ന് ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു. എന്താണത്? ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി പ്രതീക്ഷിച്ചിരുന്നു. അതാണ് അവിടുത്തെ ആ ഇരുത്തത്തിന് പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. കാരണം നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ആദ്യത്തെ 10 ഇരിക്കാറുണ്ടായിരുന്നു. റമളാനിൽ ആദ്യത്തെ 10 അവിടുന്ന് ഇരിക്കാറുണ്ടായിരുന്നു. പിന്നീട് അത് രണ്ടാമത്തെ 10 പിന്നീട് അത് മൂന്നാമത്തെ 10 കാരണം മൂന്നാമത്തെ അഥവാ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ടത് എന്ന വിവരം കിട്ടിയപ്പോൾ പിന്നീട് അവിടുന്ന് വഫാത്താകുന്നത് വരെ അത് പ്രതീക്ഷിച്ച് ഇരുന്നു. ഇതാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ആകെത്തുക. അടുത്തതായി നമുക്ക് വായിക്കാനുള്ള ഹദീസ് عن عمر بن الخطاب رضي الله عنه قال قلت يا رسول الله إني كنت نذرت في الجاهلية أن أعتكف ليلة وفي رواية يوما في المسجد الحرام قال فأوفي بنذرك ولم يذكر بعض الرواة يوما ولا ليلة. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസാണിത്. അദ്ദേഹം പറഞ്ഞു, ഖുൽതു ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ അദ്ദേഹം ചോദിച്ചു എന്നാണ്. എന്താണ് ചോദിച്ചത്? യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്നി കുൻതു നദർതു ഫിൽ ജാഹിലിയ്യത്തി, തീർച്ചയായും ഞാൻ നദർത്തു എന്ന് പറഞ്ഞാൽ നേർന്നിരുന്നു, ഫിൽ ജാഹിലിയ്യത്തി ജാഹിലിയ കാലഘട്ടത്തിൽ, അഥവാ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുന്നേ നേർന്നിരുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ നേർച്ച? അൻ അഅ്തകിഫ ലൈലതൻ ഫിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി, അതല്ലെങ്കിൽ വഫി റിവായ മറ്റൊരു റിവായത്ത് പ്രകാരം യൗമൻ ഒരു ദിവസം ഇഅ്തികാഫിരിക്കാം എന്ന്. ഖാല ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഔഫി ബിനദ്രിക, എങ്കിൽ നീ നിന്റെ നേർച്ച പൂർത്തീകരിച്ചു കൊള്ളുക. വലം യദ്കുർ ബഅ്ദുർ റുവാത്ത് യൗമൻ വലാ ലൈല, വേറെ ചില റിവായത്തിൽ രാത്രി എന്നോ അല്ലെങ്കിൽ ഒരു ദിവസം എന്നോ ഒന്നും വന്നിട്ടില്ല. നബിയെ, ഞാനിങ്ങനെ ഇഅ്തികാഫിരിക്കാൻ നേർച്ചയാക്കി, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠം, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇഅ്തികാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു. ഇവിടെ വലിയൊരു ഗുണപാഠമുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകൾ ചെയ്തിരുന്നു. അവർക്ക് പ്രത്യേകമായ ഇബാദത്തുകൾ ഉണ്ടായിരുന്നു. അവർ കഅബയിൽ വന്ന് ഹജ്ജ് നിർവഹിക്കാറുണ്ടായിരുന്നു. അവർ ഇതുപോലെ നേർച്ച നേരാറുണ്ടായിരുന്നു. അവർ സകാത്ത് കൊടുത്തിരുന്നു. അവർ നിസ്കരിച്ചിരുന്നു. അങ്ങനെയുള്ള പല ഇബാദത്തും അവർക്കുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യക്തമാണ് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു. പക്ഷേ അവർ മക്കയിലെ മുശ്രിക്കുകളായി തന്നെ തുടർന്നു. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്നില്ല. അവർ അള്ളാഹുവിനെ ആരാധിക്കും, എന്നാൽ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബായി അവർ അംഗീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് കഅബയെ അവർ വലിയ പ്രാധാന്യത്തോടെ ബഹുമാനത്തോടെ കണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നവർക്കറിയാം. നോക്കൂ, ഇവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയത്തിലാണ് നേർച്ചയാക്കിയത്. അപ്പോൾ നേർച്ച
എന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നത്. പക്ഷേ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യും, അല്ലാത്തവരെയും ഇബാദത്ത് ചെയ്യും എന്നത് കാരണത്താൽ അവർ മുസ്ലിമീങ്ങളായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർക്കുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതായിരുന്നു. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ആരാധനകൾ സമർപ്പിക്കാൻ പാടില്ല. എന്നാൽ അവർ അള്ളാഹുവിനെയും ആരാധിക്കും, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കും, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കും, ലാത്തയെ, മനാത്തയെ, ഉസ്സയെ തുടങ്ങി ഒരുപാട് ആളുകളെ അവർ വിളിച്ച് ആരാധിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഈ ഹദീസിൽ അങ്ങനെ ഒരു ഗുണപാഠം നമുക്ക് കിട്ടും. അഥവാ ജാഹിലിയത്തിൽ അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു. ചില ആളുകൾ പറയാറുണ്ട്, മക്കയിലെ മുശ്രിക്കുകൾ 2 അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അള്ളാഹു അല്ല അവരുടെ അള്ളാഹു, അത് വേറെ അള്ളാഹു ആണ് എന്നൊക്കെ പറയാറുണ്ട്. സാന്ദർഭികമായ ഒരു ഫായിദ എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇവിടെ സഹോദരങ്ങളെ, ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ലാ ഇഅ്തികാഫ ഇല്ലാ ഫി അൽ മസാജിദി സലാസ, 3 പള്ളികളിലല്ലാതെ ഇഅ്തികാഫില്ല എന്നൊരു ഹദീസുണ്ട്. അൽ മസ്ജിദിൽ ഹറാമി വൽ മസ്ജിദിൽ അഖ്സ വ മസ്ജിദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തത് മസ്ജിദുൽ ഹറാം, മക്കയിലെ പള്ളി. രണ്ടാമത്തത് മസ്ജിദുൽ അഖ്സ അഥവാ ഫിലസ്തീനിലുള്ള പള്ളി, ബൈത്തുൽ മഖ്ദിസ്. മൂന്നാമത്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അഥവാ മസ്ജിദുൻ നബവി. ഈ 3 മസ്ജിദുകളിലല്ലാതെ ഇഅ്തികാഫില്ല എന്നൊരു ഹദീസുണ്ട്. അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞു, ഈ 3 പള്ളികളിൽ ഇരിക്കുന്ന ഇഅ്തികാഫാണ് പരിപൂർണമായ ഇഅ്തികാഫ്. പരിപൂർണമായ ഇഅ്തികാഫ് എന്നത് ഈ 3 പള്ളികളിൽ ഇരിക്കുന്ന ഇഅ്തികാഫാണ്. എന്നാൽ എല്ലാ പള്ളികളിലും, ദുനിയാവിലുള്ള ഏത് പള്ളികളിലും, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഏത് പള്ളികളിലും ഇഅ്തികാഫ് ജായിസാണ്, മശ്റൂആണ്. അതിൻ്റെ പ്രതിഫലം ലഭിക്കും, യാതൊരു തടസ്സവുമില്ല ഇൻഷാ അള്ളാഹ്. ഇങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മസ്ജിദുൽ ഹറാമിലാണ് ഇഅ്തികാഫ് ഇരിക്കാൻ നേർന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫഔഫി ബിനദ്രിക്, അങ്ങനെയാണെങ്കിൽ നീ നിന്റെ നേർച്ച നിറവേറ്റിക്കൊള്ളുക. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഇഅ്തികാഫ് എന്നത് നോമ്പുമായി ബന്ധമുണ്ടോ അല്ല, പൊതുവെ എപ്പോഴും ഇഅ്തികാഫ് ഇരിക്കാൻ പാടുണ്ടോ, നോമ്പുണ്ടെങ്കിലേ ഇഅ്തികാഫ് ഉള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലായിരുന്നു ഇഅ്തികാഫ് ഇരുന്നിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു നോമ്പിന് മാത്രമേ ഇതുള്ളൂ. എന്നാൽ ഈ ഹദീസിൽ വ്യക്തമായി തെളിവുണ്ട്, അദ്ദേഹം ഇത് ചോദിച്ചത് റമളാനിലാണോ? റമളാനിലായിക്കൊള്ളണമെന്നില്ല. പൊതുവെ ഇഅ്തികാഫ് അനുവദനീയമാണ്, റമളാനിൽ തന്നെ ആവണമെന്നില്ല. എന്നാൽ റമളാനിലുള്ള ഇഅ്തികാഫിന് പ്രത്യേകതയുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരുന്ന ഇരുത്തമായിരുന്നു അത്. മാത്രമല്ല റമളാനിലെ പുണ്യമാക്കപ്പെട്ട സമയങ്ങളിൽ കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകാൻ അത് നമ്മെ സഹായിക്കും. എന്നാൽ സഹോദരങ്ങളെ, പൊതുവെ നമുക്ക് ഏത് പള്ളിയിലും എപ്പോഴും ഇഅ്തികാഫ് ഇരിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ, ഇത് ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് മനസ്സിലുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടും. അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു പള്ളിയിൽ കഴിഞ്ഞുകൂടുന്ന സമയം ഒരാൾക്ക് ഈ പ്രതിഫലം കിട്ടും എന്ന് ഒരു അഭിപ്രായമുണ്ട്. അതാണ് മറ്റൊരു ചർച്ചയുള്ളത്, ഇഅ്തികാഫിൻ്റെ സമയപരിധി എത്രയാണ്, കുറഞ്ഞത് എത്രയാണ്, കൂടിയത് എത്രയാണ് എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞത് ലൈലത്തൻ എന്നാണ്, ഒരു രാത്രി എന്നാണ്. അതല്ലെങ്കിൽ വേറെ ചില റിവായത്ത് പ്രകാരം യൗമൻ, ഒരു ദിവസം, ഒരു രാത്രിയും ഒരു പകലും. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഏറ്റവും ചുരുങ്ങിയ ഇഅ്തികാഫിൻ്റെ സമയപരിധി ഒരു രാത്രിയാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, ഒരു ദിവസമാണ്. ഈ ഹദീസുകളിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില റിവായത്തിൽ ഒരു ദിവസമെന്നോ രാത്രിയെന്നോ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയും, ഇനി ഒരാൾ 1 മിനിറ്റാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ 1 മണിക്കൂറാണ് ഇരിക്കുന്നത്, ഇഅ്തികാഫിൻ്റെ പ്രതിഫലം ലഭിക്കും.
എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്? എതികാഫിനെ കുറിച്ച് അതിനെ ഇത്രയാണ് അതിൻ്റെ സമയം, ഇന്നതാണ് അതിൻ്റെ പ്രതിഫലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞ ഒരു ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മറിച്ച് അവിടുന്ന് ഇങ്ങനെ ചെയ്തു, എതികാഫ് ഇരുന്നു, ഇരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അനുവദിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഹദീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സമയപരിധി പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഒരു രാത്രി ഇരിക്കാം, ഒരു ദിവസം മുഴുവൻ ഇരിക്കാം, റമദാനിലെ പോലെ 10 ദിവസം മുഴുവൻ ഇരിക്കാം. അതല്ല, കുറച്ച് സമയം ഒരാൾ പള്ളിയിൽ കഴിച്ചു കൂട്ടുകയാണെങ്കിൽ ആ സമയം പള്ളിയിൽ കഴിച്ചു കൂട്ടുക എന്നതിന് ഇഅ്തികാഫ് എന്ന് പറയും. ആരാധനയുമായി കഴിഞ്ഞുകൂടുന്നതിനാണ്. ഭജനമിരിക്കുക അല്ലെ, അൻതും ലഹ ആകിഫൂൻ, ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിരുന്നു. ബിംബങ്ങൾക്ക് മുന്നിൽ അവരിങ്ങനെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നതിനാണ് അള്ളാഹു ഇഅ്തികാഫ് എന്ന പ്രയോഗം പ്രയോഗിച്ചത്. അപ്പോൾ പൊതുവെ ആരാധനയുമായി കഴിഞ്ഞുകൂടുന്നതിന് ഇഅ്തികാഫ് എന്ന് പറയും. ആ നിലക്ക് സഹോദരങ്ങളെ ഇതിൽ വിശാലതയുണ്ട്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഏത് സമയത്തും ഇഅ്തികാഫിൻ്റെ നിയത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കാവുന്നതാണ് എന്ന് ചുരുക്കം. വല്ലാഹു അലം. ഇതാണ് ഈ ഹദീസിലുള്ള ഗുണപാഠം. അതുപോലെ മറ്റൊരു ഗുണപാഠം എന്നത് ഇഅ്തികാഫ് 2 രൂപത്തിലാണ്. സുന്നത്തായതുമുണ്ട്, വാജിബായതുമുണ്ട്. സുന്നത്തായ ഇഅ്തികാഫ് എന്നത് സാധാരണ ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾ റമദാനിൽ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നു, സുന്നത്താണ്. ഒരാളുടെ മേൽ അത് നിർബന്ധമൊന്നുമില്ല. അവസാനത്തെ 10 ഇരുന്നാൽ അയാൾക്ക് വലിയ ഖൈറാണ് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ രാത്രി മാത്രം ഇരുന്നു, വലിയ ഖൈറാണ് അയാൾക്ക് കിട്ടുന്നത്. പക്ഷെ അയാൾക്കത് നിർബന്ധമല്ല. എന്നാൽ ഒരാൾ നേർച്ച നേർന്നു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നേർച്ച നേർന്നതുപോലെ, എങ്കിൽ അത് പൂർത്തീകരിക്കൽ അയാളുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ അത് അയാളുടെ മേൽ നിർബന്ധമാകും. അതാണ് നേർച്ചയുടെ നിർവചനം. നേർച്ച എന്ന് പറഞ്ഞാൽ പൊതുവെ നിർബന്ധമല്ലാത്ത ഒരു കാര്യം തൻ്റെ മേൽ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. ഒരാൾ പറയാണ്, ഞാൻ 3 ദിവസം നോമ്പെടുക്കും. ആ 3 ദിവസം നോമ്പെടുക്കൽ അയാൾക്ക് നിർബന്ധമാണോ? അല്ല. പക്ഷെ അയാൾ നേർച്ച നേരലോടുകൂടി അയാൾക്ക് എന്തായി? അത് നിർബന്ധമായി. പിന്നെ അയാൾ അത് വീട്ടൽ നിർബന്ധമാണ്. അങ്ങനെയാണ് നേർച്ചയുടെ കാര്യം. മറ്റൊരു ഗുണപാഠം കൂടി ഉള്ളത് ആ ഹദീസിൽ, ഒരാൾ ജാഹിലിയത്തിൽ നേർച്ച നേർന്നാൽ ഇസ്ലാമിലേക്ക് വന്നാലും തെറ്റായ നേർച്ചയല്ലെങ്കിൽ അത് വീടാവുന്നതാണ്, അല്ലെങ്കിൽ വീടേണ്ടതാണ്. ഒരാൾ ജാഹിലിയത്തിലാണ്, ഇസ്ലാമിന് മുന്നേ ശിർക്കിലും കുഫറിലും ഒക്കെ ആയിരുന്ന കാലത്താണ് നേർച്ച നേർന്നത്. ഹലാലായ നേർച്ചയാണ്. ഇതുപോലെ നോമ്പെടുക്കാനോ അല്ലെങ്കിൽ സ്വതക്ക ചെയ്യാനോ അങ്ങനെ പുണ്യം എന്തെങ്കിലും, നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനാണ് നേർച്ച നേർന്നത്. അയാളത് ചെയ്തത് ജാഹിലിയത്തിലാണ്. അയാളുടെ ഇസ്ലാമിന് മുന്നേ ഉള്ള കാലത്താണെങ്കിലും മുസ്ലിമായാൽ അയാൾക്കത് വീടാവുന്നതാണ്. അതിനുള്ള തെളിവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസാണ്. എന്നാൽ ഒരാൾ തിന്മയാണ് നേർച്ച നേർന്നത്. ഒരാൾ ജാഹിലിയത്തിൽ നേർച്ച നേർന്നു, ഒരു ജാറത്തിൽ എന്തെങ്കിലും കോഴീനെയോ അല്ലെങ്കിൽ ആടിനെയോ അങ്ങനെ വല്ലതും കൊടുക്കാം, ആ നേർച്ച വീടാൻ പാടില്ല. ആ നേർച്ച അയാൾ വീടരുത്. കാരണം എന്താ? അള്ളാഹുവിനെ അനുസരിക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ അയാളത് പൂർത്തീകരിക്കണം. അള്ളാഹുവിനെ ധിക്കരിക്കാനാണ് ഒരാൾ നേർച്ചയാക്കിയതെങ്കിൽ ആ നേർച്ച പൂർത്തീകരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. ഇതാണ് സഹോദരങ്ങളെ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇഅ്തികാഫ്, അതിൻ്റെ സമയപരിധി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീടണം എന്നത് പറഞ്ഞു. അടുത്ത ഹദീസ്, അൻ സഫിയ്യത ബിൻതി ഹുയയ്യിൻ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി സഫിയ റളിയല്ലാഹു അൻഹ അവർ റിവായത്ത് ചെയ്യുന്നു, അവർ പറഞ്ഞു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തകിഫൻ, അവിടുന്ന് ഇഅ്തികാഫിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ഫഅതൈതുഹു അസൂറുഹു ലൈലൻ, പകരം അവിടുന്ന് ഇഅ്തികാഫ് ഇരിക്കുന്ന സന്ദർഭത്തിൽ അവിടുത്തെ അരികിലേക്ക് ഞാൻ സിയാറത്തിന്, അവിടുത്തെ സന്ദർശിക്കാൻ പോവാറുണ്ടായിരുന്നു. ഫഹദ്ദത്തുഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു. സുമ്മ ഖുംതു ലിഅൻഖലിബ, അങ്ങനെ അത് കഴിഞ്ഞാൽ അതിനു ശേഷം ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോവാൻ എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ ഫഖാമ മഈ ലിയഖ്ലിബനി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നെ തിരിച്ചു പറഞ്ഞയക്കാൻ, എന്നെ തിരിച്ചു വീട്ടിലേക്ക് അയക്കാൻ എൻ്റെ കൂടെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു. വക്കാന മസ്കനുഹാ ഫി ദാരി ഉസാമത ബിൻ സൈദിൻ. സഫിയ റളിയല്ലാഹു അൻഹയുടെ വീട് ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിനോട് ചേർന്നിട്ടാണ്. ഫമറ റജുലാനി മിനൽ അൻസാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ച് അവിടുത്തോട് സംസാരിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഫിയ റളിയല്ലാഹു അൻഹയുടെ കൂടെ തന്നെ പോവുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫമറ റജുലാനി മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട അഥവാ മദീന നിവാസികളിൽപ്പെട്ട രണ്ടാളുകൾ, രണ്ട് സഹാബിമാർ അവരുടെ അരികിലൂടെ നടന്നുപോയി. നമുക്കറിയാം, പഴയ കാലത്ത് ഇന്നത്തെ പോലെ വെളിച്ചമോ വാഹനമോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല, ഇരുട്ടാണ്, പൊതുവേ ഇരുട്ടായിരിക്കും. അപ്പം അങ്ങനെ രണ്ടുപേർ നടന്നു പോയപ്പോൾ ഫലമ്മാ റഅയാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കണ്ടു. നബിയാണ് വരുന്നതെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ നടത്തം ഒന്ന് വേഗത്തിലാക്കി. നബിയും ഭാര്യയുമുണ്ട്, അവർക്കൊരു പ്രയാസം വേണ്ട എന്ന നിലക്ക് സഹാബിമാർ വേഗത്തിൽ നടക്കുകയുണ്ടായി. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലാ റിസ്ലികുമാ, അലാ റിസ്ലികുമാ, മെല്ലെ നടക്കൂ, പതുക്കെ നടക്കൂ. ഇന്നഹാ സഫിയ്യത്തു ബിൻതു ഹുയയ്യിൻ, എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യയായ ഹുയയ്യിൻ്റെ മകൾ സഫിയയാണ്. ഫഖാല, ഇത് കേട്ടപ്പോൾ സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്. ഒരു ആശ്ചര്യത്തോടെ അത്ഭുതത്തോടെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, നമുക്കറിയാലോ, നമ്മളോടിത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ആ അർത്ഥത്തിലാണ് അവർ ആ വാക്ക് പറഞ്ഞത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം, തീർച്ചയായും പിശാച് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നതിലൂടെ എല്ലാം സഞ്ചരിക്കും. വഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറൻ ഔ ഖാല ശൈഅൻ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വല്ല മോശമായ ചിന്തയും വന്നേക്കുമോ എന്നത് ഭയന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഹദീസിൽ ഈ ബാബുമായി ഉള്ള ബന്ധം നമുക്ക് ആദ്യം വിശദീകരിക്കാം. ഇതാണ് ഈ കിതാബിലെ അല്ലെങ്കിൽ ഈ ബാബിലെ അവസാനത്തെ ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലായിരുന്നു. അതാണ് നമ്മളെ വിഷയം. ഇഅ്തികാഫിലായിരിക്കെ അവിടുത്തെ ഭാര്യ അവിടുത്തെ സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒന്നാമത്തെ മസ്അല, ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാളെ മറ്റൊരാൾക്ക് സന്ദർശിക്കാൻ വരുന്നതിൽ വിരോധമില്ല. ഇഅ്തികാഫ് മൊത്തം സന്ദർശനമാവരുത്. വന്നിരുന്നത് മുതലേ ആളുകൾ ഇങ്ങനെ കാണാൻ വരിക, വർത്താനം പറയുക, ചായ കുടിക്കുക, ഇങ്ങനെ ആയാൽ ഇഅ്തികാഫ് ഉണ്ടാവില്ല, സന്ദർശനമേ ഉണ്ടാവുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കുടുംബത്തോട് വളരെ മാന്യമായി വളരെ നല്ല രൂപത്തിൽ പെരുമാറിയ ഒരു ഭർത്താവായിരുന്നു. പല സന്ദർഭത്തിലും നമുക്ക് ഇതുപോലെ കാണാം. അവിടുത്തെ ഭാര്യമാരുമായുള്ള അവിടുത്തെ സഹവാസം എന്നത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മനോഹരമായ ഇടപെടലുകളാണ്. അവിടുത്തെ ഏറ്റവും നല്ലൊരു ഭർത്താവാണ്. നേരത്തെ കണ്ടില്ലേ, ഇഅ്തികാഫിന് ഇരിക്കുമ്പോൾ തല പുറത്ത് ഇട്ട് കൊടുക്കും മുടി ചെയ്യാൻ. നമുക്ക് നമ്മളെ തലയിൽ തൊട്ടാൽ തന്നെ ചൂടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് തല പുറത്തിട്ട് കൊടുക്കുകയാണ്. നല്ല ഒരു ദാമ്പത്യം, സന്തുഷ്ട കുടുംബം, അത് വാർത്തെടുക്കാൻ സഹോദരങ്ങളെ ഇതൊക്കെ സാധിക്കും. വലിയ ഗുണപാഠമുള്ള ഹദീസുകളാണ് ഇതെല്ലാം. അപ്രകാരം അവിടുത്തെ രാത്രി സമയങ്ങൾ പൊതുവെ തഫ്സീറുകളിൽ കാണാം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ, അഥവാ ഭാര്യമാരോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, അവിടുന്ന് രാത്രി ഒരൽപ്പം ഭാര്യമാരോട് സംസാരിക്കാറുണ്ടായിരുന്നു. സംസാരിച്ചതിന് ശേഷമാണ് അവിടുന്ന് കിടന്നുറങ്ങാറുണ്ടായിരുന്നത്. നല്ല ശീലമാണ്. അത് ദാമ്പത്യബന്ധം ഊഷ്മളമാക്കാനൊക്കെ കാരണമാവും. നമ്മളിത് സംസാരിക്കാത്തതുകൊണ്ടാണ് ഇത് കിട്ടാത്തത്. നമ്മൾ രണ്ടാളും രണ്ട് മൊബൈൽ എടുക്കും, രണ്ടാളും രണ്ട് കാഴ്ചകൾ കാണും, അങ്ങനെ കിടന്നുറങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല.
അങ്ങനെ അവിടത്തേക്ക് ഈ രൂപത്തിലുള്ള ഒരുപാട് വളരെ മനോഹരമായ ജീവിത രീതികൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവിടുത്തെ ഭാര്യ സഫിയ റളിയല്ലാഹു അൻഹ അവരെ അവിടുത്തെ സന്ദർശിക്കാൻ വരാറുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഒരൽപ്പം സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ടുവിടാൻ, യാത്രയാക്കാൻ കൂടെ തന്നെ പോകും. നോക്കും നിങ്ങൾ, അന്നായിക്കോട്ടെ ഈ ഓടിൻ്റെ പാട്ടിനോട് എന്ന് പറഞ്ഞു വിടലല്ല, പിന്നെയോ അവരെ പുറത്തേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പോവുമായിരുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ നല്ല വേറെ തന്നെ വിഷയമാണിത്. വളരെ മനോഹരമായ ഒരു കുടുംബബന്ധം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇതുപോലെയുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അവർ വന്നു, സംസാരിച്ചു, സന്ദർശിച്ചു, തിരിച്ചുപോയി. അപ്പോൾ സന്ദർശനം അനുവദനീയമാണ്, ലാ ബഅസ്, കുഴപ്പമില്ല. പ്രത്യേകിച്ച് കുടുംബം, ഭാര്യമാർ അല്ലെങ്കിൽ മക്കൾ, അതുപോലെ അടുത്ത ആളുകൾ അവർ വന്ന് സന്ദർശിക്കുക എന്നത് അനുവദനീയമാണ്, ജായിസാണ്. പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഅ്തികാഫിനിരിക്കുമ്പോൾ ഒരാൾക്ക് മാനസികമായൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടാൻ ഒരു കാരണമാണ്. വേറെ ടെൻഷനൊന്നും ഉണ്ടാവില്ല, പിന്നെ അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യം ആലോചിക്കണ്ടേ. ഇതാകുമ്പോൾ ഒരൽപ്പം വന്ന് സംസാരിച്ച് തിരിച്ചു പോയാൽ അത് കഴിഞ്ഞു. പിന്നീട് വീണ്ടും എന്ത് ചെയ്യാം, ഇബാദത്തിൽ കൂടുതൽ ഉത്സാഹിക്കാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയക്കാൻ വേണ്ടി ഒരുമിച്ച് പോകുമായിരുന്നു. അതിൽ തെളിവുണ്ട്, ഈ പറഞ്ഞ രൂപത്തിൽ ഒരാൾക്ക് വന്ന ഒരാളെ തിരിച്ചു പറഞ്ഞയക്കാൻ ഒരൽപ്പം അവരുടെ കൂടെ നടന്ന് പുറത്തേക്കിറങ്ങാം, കുഴപ്പമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്ഥാനത്തിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പോകുമ്പോഴാണ് രണ്ട് അൻസാറുകളിൽപ്പെട്ട സഹാബികൾ അതുവഴി നടന്നുപോയത്. അവരുടെ പേരുകൾ വ്യക്തമല്ല, പേരുകൾ പറയപ്പെട്ടിട്ടില്ല, രണ്ടുപേരെന്നേ വന്നിട്ടുള്ളൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, വേഗത്തിൽ നടന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അലാ റിസ്ലിക്കുമാ, നിങ്ങൾ മെല്ലെ, തമഹൂലൻ ലാ തസറുഅൻ, മെല്ലെ നടക്കുക, പതുക്കെ നടക്കാൻ പറഞ്ഞു. എന്തിനാണ്? ഇന്നഹാ സഫിയ്യതു ബിൻതു ഹുയൈ, എൻ്റെ കൂടെയുള്ളത് എൻ്റെ ഭാര്യയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്തു. ഒരു തെറ്റിദ്ധാരണ വേണ്ടതില്ല എന്നത് കാരണത്താലാണ്. ഇത് സഹോദരങ്ങളെ പൊതുവേ ഉള്ളൊരു നിയമമാണിത്. തെറ്റിദ്ധാരണകൾ നീക്കിക്കൊടുക്കുക എന്നത് അനിവാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണകളിൽ കഴിഞ്ഞുകൂടുക എന്നത് ശരിയല്ല, അനുയോജ്യമല്ല. തെറ്റിദ്ധാരണകൾ നീക്കി കൊടുക്കണം. അതിൻ്റെ അർത്ഥം തർക്കിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് തെറ്റിദ്ധരിച്ചത് മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ഇടയിൽ ജീവിക്കുക എന്നത് ശരിയല്ല. ഇതാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതുകൊണ്ടാണ് സഹാബികൾ നെട്ടിയത്. സുബ്ഹാനല്ലാഹ്, നബിയെ അങ്ങയെക്കുറിച്ച് നമ്മളങ്ങനെ വിചാരിക്കോ? അങ്ങയുടെ കൂടെ ഒരു പെണ്ണിനെ കണ്ടാൽ, ഒരു സ്ത്രീയെ കണ്ടാൽ വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണ്, സ്ത്രീയാണ് എന്നൊരിക്കലും നമ്മൾ വിചാരിക്കുകയില്ല. ആ അർത്ഥത്തിലാണ് സഹാബികൾ ആ വാക്ക് പറഞ്ഞത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു. കാരണം ഒരു തെറ്റിദ്ധാരണ ഒരിക്കലും ശരിയല്ല. തെറ്റിദ്ധാരണ വരാൻ പാടില്ല. തെറ്റിദ്ധാരണ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ വരുമെന്ന സംശയം ഉണ്ടായാൽ നമ്മൾ വേഗത്തിൽ അത് തിരുത്തി കൊടുക്കണം. കാരണം ചില ആളുകളെ നമ്മളോട് ചോദിക്കുള്ളൂ, ചില ആളുകൾ ചോദിക്കൂല. ചില ആൾ മനസ്സിൽ വെക്കും, എന്നിട്ട് അങ്ങനെ ഒരു കുലുങ്ങി ചിരിയും കൊണ്ട് അങ്ങനെ നടക്കും. പിന്നെ എപ്പെങ്കിലും ആവശ്യം വന്നാലാണ് ഇതെടുത്ത് പൊട്ടിക്കുക. അയാളെ ഞാൻ പണ്ട് അവിടെ കണ്ടിരുന്നു, അന്നേരേ എനിക്ക് സംശയമുണ്ട് ഇയാളെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, അല്ല അന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധു പറഞ്ഞു കൊടുക്കായിരുന്നു. ആ രൂപത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ വേഗം നമ്മൾ തിരുത്തണം, തിരുത്തി കൊടുക്കണം. അങ്ങനെയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല, അവർ കണ്ടത് ആ രൂപത്തിലല്ല. പൊതുവേ ഒരു മുസ്ലിമിനെ കുറിച്ച് ഹുസ്നുൽ ദന്നാണ് നമുക്ക് വേണ്ടത്, നല്ല വിചാരമായിരിക്കണം. ഒരാൾ കള്ളിച്ചാപ്പിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വരികയാണെങ്കിൽ അയാൾ അവിടെ ആരെയോ കാണാൻ പോയതാണ് എന്നാണ് നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത്. ഇപ്പോൾ കുടിച്ചിട്ടുണ്ടാവുമോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. കാരണം ഒരു മുസ്ലിമിൻ്റെ അസ്ൽ എന്താണ്? അൽ ബറാഅത്താണ്. അയാൾ തിന്മ ചെയ്യൂല എന്നുള്ളതാണ്. അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും
തെറ്റിലേർപ്പെടുകയില്ല എന്നതാണ് പൊതുവെ നമ്മളൊരു മുസ്ലിമിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഉണ്ടാവുമോ ഇല്ലേ എന്നാലോചിച്ചിട്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതില്ല. അപ്പം ഈ രൂപത്തിൽ വലിയൊരു ഗുണപാഠമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞത് വലിയ ഒരു ഗുണപാഠമാണ്. സഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്നത് ആശ്ചര്യത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ വാക്കാണ്. പെട്ടെന്ന് നമ്മൾ ഞെട്ടിക്കഴിഞ്ഞാലൊക്കെ പറയുന്ന വാക്കാണത്. അവർ ഞെട്ടിത്തരിച്ചുപോയി. യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒന്നും വരൂലല്ലോ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദം. പിശാച് മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നതിലൂടെയെല്ലാം, അഥവാ രക്തധമനികളിലൂടെ, ഞരമ്പുകളിലൂടെ സഞ്ചരിക്കും, എന്നിട്ട് വസ്വാസ് ഉണ്ടാക്കും. അങ്ങനെ വസ്വാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ ശർറൻ ഔ ഖാല ശൈഅൻ. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വല്ല മോശമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്ത വന്നു ഭവിക്കുമോ എന്നത് ഞാൻ ഭയപ്പെട്ടു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശമായൊരു ചിന്ത മനസ്സിൽ വന്നാൽ അവരുടെ അമല് പൊളിഞ്ഞു പോകും. അത് ചിലപ്പോൾ ദീനിന്ന് പുറത്തു പോകാൻ അത് കാരണമായി തീരും. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണിത്. അപ്പം അവരുടെ മനസ്സിൽ അങ്ങനെ പിശാച് വല്ലത് വിട്ടുകൊടുത്തിട്ട് അവരെന്തായി പോണ്ട, അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകേണ്ടതില്ല, അവർ നശിച്ചു പോകേണ്ടതില്ല എന്ന നസീഹത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ഗുണപാഠം അല്ലെങ്കിൽ ഗുണപാഠങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. ഇഅ്തികാഫിനിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പാടുണ്ട് എന്നതാണ് ഇതുവരെ പറഞ്ഞ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത്. അഥവാ അത്യാവശ്യത്തിന് പുറത്തിറങ്ങാം, സന്ദർശനം അനുവദനീയമാണ്, സന്ദർശിച്ചാൽ അവരോട് ആവശ്യത്തിന് സംസാരിക്കുക എന്നത് അനുവദനീയമാണ്. അതുപോലെ അവരെ തിരിച്ചയക്കുമ്പോൾ അവരെ അനുഗമിക്കുക എന്നത് അനുവദനീയമാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ശരീരമോ നമ്മൾ തന്നെ പുറത്തേക്ക് പോകേണ്ടി വന്നാൽ പോകൽ ജായിസാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, രോഗിയെ സന്ദർശിക്കുക അല്ലെങ്കിൽ ജനാസ അനുഗമിക്കുക ഇതൊന്നും പാടില്ലാത്തതാണ്. ഇതാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഗുണപാഠങ്ങൾ. വഫീ റിവായ, മറ്റൊരു റിവായത്തിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്, അന്നഹാ ജാഅത് തസൂറുഹു ഫീ ഇഅ്തികാഫിഹി ഫിൽ മസ്ജിദി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാന. സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ ചെല്ലുകയുണ്ടായി. ഫഹദ്ദസത് ഇൻദഹു സാഅതൻ. അങ്ങനെ കുറച്ച് സമയം അവിടുത്തോടൊപ്പം അവർ സംസാരിച്ചു. സുമ്മ ഖാമത് തൻഖലിബു. പിന്നീട് അവർ തിരിച്ചു പോവാൻ വേണ്ടി എഴുന്നേറ്റു. ഫഖാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹാ യഖ്ലിബുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരോടൊപ്പം അവരെ പറഞ്ഞയക്കാൻ എഴുന്നേൽക്കുകയുണ്ടായി. ഹത്താ ഇദാ ബലഗത് ബാബൽ മസ്ജിദി ഇൻദ ബാബി ഉമ്മി സലമ. അങ്ങനെ അവർ പള്ളിയുടെ ഒരു വാതിലിൻ്റെ അരികിലെത്തി, അഥവാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റയിലേക്ക് പോകുന്ന ബാബ്. അവിടെ എത്തിയപ്പോൾ ആണ് അൻസാറുകളിൽപ്പെട്ട ഈ 2 സഹാബികളെ കണ്ടതും പിന്നീടുണ്ടായ സംഭവവും എന്ന് ചില റിവായത്തിൽ കാണാം. സുമ്മ ദക്കറഹു ബിമഅനാഹു. അതാണ് സഹോദരങ്ങളെ ഈ ഹദീസിലുള്ള ഗുണപാഠവും ഈ ബാബും. അൽഹംദുലില്ലാഹ്, ഇതോടുകൂടി ഈ കിതാബ് അല്ലെങ്കിൽ ഈ കിതാബു സിയാം പൂർത്തിയായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ലല്ലോ തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞതിൽ? ലൈലത്തൻ അഭിപ്രായം ഉണ്ടല്ലോ. ഒരാൾ രാത്രി മാത്രം ഇരിക്കുകയാണെങ്കിൽ അനുവദനീയമാണ്. അതാണ് ഉമർ റളിയല്ലാഹു ചോദിച്ചത്. ഞാനൊരു രാത്രി ഇരിക്കാൻ തീരുമാനിച്ചു, നേർച്ച നേർന്നു. വേറെ റിവായത്തിൽ യൗമൻ, ഒരു ദിവസമുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് എന്താണ്, ഒരു രാത്രിയാണ്. അപ്പം നമ്മൾ രാത്രി മാത്രം ഇരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ഇശാഇന് ശേഷം അങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോൾ രാത്രി കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കാം.
ഒരാൾക്കൊരു രാത്രി എന്ന് പറയുമ്പോൾ ആ രാത്രി മുഴുവനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ ഇരിക്കാം, കുഴപ്പമില്ല. അതുപോലെ ഒരാൾ ഒരു ദിവസം ഉദ്ദേശിക്കുകയാണ്, ഇന്ന് ഈ ദിവസം മുഴുവനും ഇരിക്കണം, ഇന്ന് മഗ്രിബിന് വന്നിരുന്നാൽ നാളെ മഗ്രിബ് വരെ പള്ളിയിൽ തന്നെ ഇത്തികാഫ് ഇരിക്കണം ഉദ്ദേശിക്കുകയാണെങ്കിൽ അതും അയാൾക്ക് ജായിസാണ്. അല്ല ഇത് രണ്ടുമല്ല, പ്രത്യേക സമയം വന്നിട്ടില്ല എന്നൊരു വാക്കുണ്ടല്ലോ, അദ്ദേഹം എടുത്തു കൊടുത്തൊരു വാക്ക്, ലൈലെന്നോ അല്ലെങ്കിൽ യൗമൻ എന്നോ വന്നിട്ടില്ല, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞതിന് പ്രത്യേക സമയമൊന്നുമില്ല. ഒരാൾക്ക് കുറച്ച് സമയം ഇരിക്കുകയാണെങ്കിലും ഇത്തികാഫിൻ്റെ കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ 10 മണിക്ക് വന്നിരുന്നിട്ട് സുബഹിക്ക് എണീച്ച് പോകുന്നത് അതുകൊണ്ടാണ്, കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ കൂടി അത് ഇത്തികാഫായിട്ട് പരിഗണിക്കും. എങ്ങനെ രാത്രി നിസ്കാരം അത് ഓരോ മസ്ജിദിൽ നടക്കുന്നതിനനുസരിച്ചിട്ട് ചെയ്യാം. ഒരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ, ഒരു ജമാഅത്ത് തറാവിയഹ് ഒരു സ്ഥലത്ത് ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജമാഅത്ത് പാടുണ്ടോ പാടില്ലേ എന്നൊക്കെ ചർച്ചയുണ്ട്. അല്ലാഹു അഅലം. ഫർള് പിന്നെയും ജമാഅത്ത് നടക്കൽ അനുവദനീയമാണ്. ഇവിടെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, ഒരു സംഘം വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ജമാഅത്തായി നിസ്കരിക്കും. അപ്പം അതൊരു മസ്ജിദിൽ അനുവദനീയമാണെങ്കിൽ സുന്നത്തിൻ്റെ കാര്യം എന്തായാലും അനുവദനീയമാണ്. അതിൽ വലിയ തർക്കമുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലങ്ങളാണ്. ഇത്തരം മശായിലുകളിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. 2 ജമാഅത്ത് നടത്തിയാൽ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായി എന്നുള്ളതാണ്. പഴയ നമ്മൾ പണ്ടേ പറഞ്ഞതിനോട് എന്തോ വലിയ എതിര് കാണിച്ചു എന്നാണ് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. അത്തരം മശായിലുകളിൽ പൊതുവേ നമ്മൾ വിശാലത കാണിക്കണം, വളരെ വിശാലത കാണിക്കണം, എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇത്തരം മശായിലുകളിൽ വിശാലത കാണിക്കണം. ഒരു പള്ളിയിൽ തറാവീഹ് നിസ്കാരം നടന്നു, ചില ആളുകൾ വിചാരിക്കും രാത്രി നിസ്കാരം കൂടുതൽ ഉത്തമമാണല്ലോ തഹജ്ജുദിൻ്റെ സമയത്ത്. അപ്പം അങ്ങനെ ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അവസാനത്തെ 10കളിലൊക്കെ എന്താണ് കൂടുതൽ ഇത്തികാഫ് ഇരിക്കുന്ന ആളുകളുണ്ടാകും. ലൈലത്തുൽ ഖദറിൻ്റെ രാവാൻ സാധ്യതയുള്ള രാവായിരിക്കും. അന്നൊക്കെ അത് യോജിച്ച് വരികയാണെങ്കിൽ ആ നിസ്കാരം വലിയ പ്രതിഫലമാണ് ഒരാൾക്ക് നൽകുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു വാശി പിടിച്ചിട്ട് നമ്മളത് തടയേണ്ടതില്ല. നടക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ആദ്യത്തെ സമയത്ത് നിസ്കരിച്ച ആൾ പിന്നീട് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് നിസ്കരിക്കാം, അല്ലെങ്കിൽ നിസ്കരിക്കേണ്ടതില്ല. നിസ്കരിക്കുകയാണെങ്കിൽ വിത്ർ ഏതെങ്കിലും ഒരു സമയത്തേ ആക്കാൻ പാടുള്ളൂ. എന്നാൽ ചില ഹദീസിൽ വന്നതുപോലെ ഒരു ഇമാമിൻ്റെ കൂടെ മുഴുവനായി ഒരാൾ നിസ്കരിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ച പ്രതിഫലം അയാൾക്കുണ്ട്. ഒരാൾ തറാവീഹ് നിസ്കരിച്ചു, പിന്നീട് രാത്രി ഖിയാമുൽ ലൈൽ നടക്കുകയാണ് അതേ പള്ളിയിൽ, അയാൾക്ക് നിസ്കരിക്കുകയും ചെയ്യും നിസ്കരിക്കാതിരിക്കുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. അയാൾ നിസ്കരിച്ചു എന്നതുകൊണ്ട് അയാൾ തെറ്റുകാരനല്ല, അയാൾക്ക് പ്രതിഫലം കൂടുതൽ കിട്ടും. എന്നാൽ അയാൾ എന്ത് ചെയ്യണം, വിത്രിൽ നിന്ന് മാറി നിൽക്കണം, വിത്രാക്കേണ്ടതില്ല. കാരണം ഒരു രാത്രി ഒരു വിത്രേ ഉള്ളൂ, 2 വിത്രില്ല. അപ്പോൾ ഒരാൾക്ക് ഈ രണ്ട് ആ 8 റക്അത്തിൽ പങ്കെടുക്കാം, വിത്രിന്ന് മാറി നിന്നാൽ മതി. ഫലത്തിൽ അയാൾ ഒരുപാട് നിസ്കരിച്ചു. ഫിഖഹിൻ്റെ കിതാബ് തുറന്നാൽ ഈ വിഷയത്തിൽ സഹോദരങ്ങളെ അറ്റമില്ലാത്ത കടൽ പോലെയാണ് ചർച്ചകൾ. തറാവീഹിൻ്റെ റക്അത്തിൽ തന്നെ വലിയ ചർച്ചയുണ്ട്, അതിൽ വിശാലതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച 11 അതിൽ യാതൊരു സംശയവുമില്ല, അതാരും അതിൽ മാറ്റി പറയുന്നില്ല, 11 തന്നെയാണ്. അവിടുത്തെ നിസ്കാരത്തിൻ്റെ ദീർഘവും മനോഹാരിതയും ചോദിക്കേണ്ടതില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. സുദീർഘമായ നിസ്കാരമാണ്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ചില ഹദീസുകൾ മസ്ന 2 എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്രയും നിസ്കരിക്കാമെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ 2 അഭിപ്രായങ്ങളാണുള്ളത്. ഒന്ന് 23 നിർബന്ധമാണ്, 11 ബിദഅത്തുകാരാണെന്നാണ് ഓരോ വാദം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. 23 നിർബന്ധം, മറ്റേത് ബിദഅത്താണെന്ന് പറഞ്ഞാൽ ഒരു അബദ്ധത്തിലാണുള്ളത്, വലിയ തെറ്റാണ്, അല്ലെങ്കിൽ തന്നെ ശിർക്കിലാണുള്ളത്. 23 അല്ല 43 നിസ്കരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഫിഖിയായ മസ്അലയിൽ നമ്മളിങ്ങനെ തല്ലുണ്ടാക്കുക എന്നുള്ളത് ശരിയല്ല, അതിൽ വിശാലത വേണം. പണ്ഡിതന്മാർക്കിടയിലാണ് ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം. മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കിടയിൽ, ആധുനികരായ പണ്ഡിതരെന്നല്ല, മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കിടയിലാണ് ഈ പറഞ്ഞ ചർച്ചകളുള്ളത്. അപ്പോൾ പൊതുവെ മസായിലുകളാണോ ഫുറൂഉകൾ ശാഖാപരമായ കാര്യങ്ങളാണോ അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, കടുംപിടുത്തം പിടിക്കരുത്. ഇവിടെ ചില ആളുകൾ അഖീദ വിഷയത്തിൽ വിട്ടുവെച്ച് കൊടുക്കും, നിങ്ങൾ എന്തും ചെയ്തോന്ന് പറയും, മസ്അലയിൽ തൊടാൻ വിടൂല. അഖ്ദിയായ വിഷയങ്ങളുണ്ട്, ഒരാൾ ദീനിന്ന് പുറത്തു പോകുന്ന പല കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈമാനിനെ തകർത്ത് കളയുന്ന പല കാര്യങ്ങളും ഉണ്ടാവും, അതിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതിൽ നമ്മളെല്ലാവരും ഒരു കടലിലേക്ക് ഒഴുകുന്ന പുഴകൾ പോലെ എന്നൊക്കെ പറയും. എന്നാലോ ഫിഖിയായ മസാല ഒരു തർക്കത്തിനിടയില്ലാത്ത മസാല ആയിരിക്കും, അതിൽ അടിച്ച് പിരിയും. 2 കഷ്ണമായാലും പ്രശ്നമില്ല.
ഇത് ശരിയല്ല, ഒരിക്കലും അഹ്ലുസുന്നത്തിൻ്റെ രീതിയല്ല. അഹ്ലുസുന്ന വൽ ജമാഅ ഇത്തരം കാര്യങ്ങൾ വിശാലത നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇമാം അബു ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹം മുൻകാലക്കാരനാണ്. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. 3 പേർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ അന്തം വിട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഹംബലി മദ്ഹബിലെ ഒരാൾ ഭാര്യനെ തൊട്ടാൽ അയാൾക്ക് വുളൂ മുറിയൂല. അയാൾ വന്ന് ഇമാമ് വന്നാൽ ഷാഫിഈ അയാൾ തുടരൂല. ഷാഫിഈ മദ്ഹബിലെ ആളുകൾ അയാളെ തുടരൂല. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ വുളൂ ഇദ്ദേഹം പഠിച്ച ഫിഖ് പ്രകാരം മുറിഞ്ഞു, അയാൾക്ക് നിസ്കാരമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരേ ഉസ്താദുമാരുടെ കീഴിലുള്ള ഉസ്താദുമാരും ശിഷ്യന്മാരാണിത്. അഭിപ്രായ വ്യത്യാസം നോക്കൂ. നിസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അവർക്കിടയിലുള്ളത്. എന്നാൽ എത്ര സ്നേഹത്തിലാണ് അവർ? നല്ല സ്നേഹത്തിലാണ്. പരസ്പരം ദുആ ചെയ്യും. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഇതാണ്. നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം മസായിലുകളുടെ പേരിലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ ഛിദ്രതയും ഭിന്നിപ്പും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത് ചെറിയ ചെറിയ മസാലയുടെ വിഷയത്തിലാണ്. അല്ല അഖ്ദിയായ വിഷയം ഉണ്ടാവും, അത് തൊടൂല, അതൊരു പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ്. അങ്ങനെ നമ്മളാവരുത്. മസാലകളാണോ നമ്മൾ വിശാലമായി വളരെ വിശാലതയോടുകൂടി പെരുമാറണം എന്നാണ് സഹോദരങ്ങളെ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊക്കെ പ്രായം ചെല്ലുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ വിശാലത ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ തറാവീഹിൻ്റെ ഖിയാമുല്ലൈലിൻ്റെ വിഷയം അതാണ്. വേറെ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടോ? എടുത്തമായിട്ട് ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. പറഞ്ഞു വന്നത് ഇതാണ്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ നമ്മൾ ഈ കിതാബ് പൂർത്തീകരിച്ചു. ഇനി നമുക്കുള്ളത് റമളാനിലേക്ക് നമ്മുടെ കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ റമളാനിൽ എത്തിച്ചേരാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനും അത് അള്ളാഹു സ്വീകരിക്കുന്ന പ്രവർത്തനമായി തീരാനും നരകമോചനം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിലെ നല്ല നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അള്ളാഹുവിങ്കലേക്ക് തൗബയും ഇസ്തിഗ്ഫാറുമായി ധാരാളമായി മുന്നിട്ട് ചെന്നുകൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും റമളാനിന് വേണ്ടി സജ്ജമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞ ചില വസിയത്തുകളുണ്ട്. അതിലൊന്നാമത്തത് റമളാനിൽ കൂടുതലായും നമ്മൾ പള്ളിയിൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പള്ളിയിലാകുമ്പോൾ തിന്മകളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് ഒഴിവാവാൻ നമ്മളത് സഹായിക്കും. പള്ളിയിലിരുന്നിട്ട് പിന്നെ സൊറവറിയരുത്. അതിനാണ് പള്ളി ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. പള്ളികളിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണം ധാരാളമായി വർദ്ധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൻ്റെ പകലുകളിൽ നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും ഇതൊക്കെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഇതായിരിക്കുമോ എൻ്റെ അവസാനത്തെ റമളാൻ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇതായിരിക്കുമോ അള്ളാഹു എനിക്ക് പാപമോചനം നിശ്ചയിച്ച റമളാൻ? ഇതായിരിക്കുമോ അള്ളാഹു നരകമോചനം നിശ്ചയിച്ച റമളാൻ എന്നാലോചിച്ച് വേണം നമ്മൾ റമളാനിലെത്താൻ. നമുക്കറിയില്ല, ഇതുവരെ ഒരുപാട് റമളാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തോ ഇല്ലേ നമുക്കറിയില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കിയോ നരകമോചനം തന്നോ നമുക്കറിയില്ല. നമുക്ക് പ്രതീക്ഷിക്കാനാണുള്ളത്. ഓരോ റമളാൻ വരുമ്പോഴും നമ്മൾ പ്രതീക്ഷയിലായിരിക്കണം. ഇതായിരിക്കുമോ അവസാനത്തെ റമളാൻ എന്നത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ റമളാനിനെ വരവേൽക്കേണ്ടത്. ഇതുപോലെ നിസ്കാരം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ അവസാനത്തെ നിസ്കാരമാണ് എന്ന നിലക്ക് നിസ്കരിക്കുക. നമ്മൾ ഇശാ നിസ്കരിക്കുകയാണ്, നമ്മളോട് വിവരം കിട്ടിയെന്ന് വിചാരിക്കുക. നമുക്ക് ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ്. എങ്ങനെയായിരിക്കും നമ്മൾ നിസ്കരിക്കുക? ജീവിതത്തിൽ നിസ്കരിക്കാത്ത രൂപത്തിൽ നമ്മൾ നിസ്കരിക്കും. വളരെ മനോഹരമായ നിസ്കാരമായിരിക്കും. എന്നതുപോലെ സഹോദരങ്ങളെ, അതിനേക്കാൾ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടൊരു മാസക്കാലം നമ്മൾ കഴിച്ചു കൂട്ടണം എന്നതാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ ഖൈറുകളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നന്മകൾക്കും സഹായിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകൾ, തിന്മകൾ, ന്യൂനതകൾ, കുറവുകൾ
അള്ളാഹു ഉട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, മാനസികമായും ശാരീരികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾ, പ്രാർത്ഥിക്കണേ, ദുആ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവിധ മുറാദുകളും ഹാസിലാക്കി നൽകുമാറാവട്ടെ, പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. ആശ്വാസവും തുറവിയും നൽകി അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെയും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ട നമ്മുടെ ഉറ്റവർ, വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾ, നമ്മളുമായി കഴിഞ്ഞ വർഷം വരെ നന്നായി സംസാരിച്ച, പെരുമാറിയ ആളുകൾ, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. വല്ലാഹു തആല അഅലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.